നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ജി സുധാകരന്റെ കിഫ്ബി വിരുദ്ധ പ്രസംഗത്തിൽ ഉലഞ്ഞ് നിയമസഭ. ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ ഇറങ്ങിപ്പോക്ക്. കിഫ്ബിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ജി സുധാകരൻ. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടെന്ന് പ്രതിപക്ഷം. ഇടുക്കിയിലെ ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയാക്കാനുള്ള വിവാദ തീരുമാനമായി സർക്കാർ മുന്നോട്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് റവന്യൂ മന്ത്രി. UDF സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്താനും തീരുമാനം. കോടതിയലക്ഷ്യ കേസിൽ ജസ്റ്റിസ് കർണൻ 6 മാസം തടവ് വിധിച്ച് സുപ്രീം കോടതി. ഉടൻ കർണനെ ജയിലിൽ അടയ്ക്കണം. കർണന്റെ പ്രസ്താവനകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വിലക്ക്. സിറ്റിംഗ് ജഡ്ജിയെ സുപ്രീം കോടതി ശിക്ഷിക്കുന്നത് രാജ്യത്താദ്യം. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ചതിൽ ഖേദമറിയിച്ച് CBSE. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. 4 അധ്യാപികമാർക്ക് സസ്പെൻഷൻ. ന്യൂനപക്ഷ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ സർക്കാർ കൗൺസിലിംഗിന് സുപ്രീം കോടതി ഉത്തരവ്. കൽപ്പിത സർവകലാശാലകൾക്കും ബാധകം. സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ MM ഹസൻ KPCC പ്രസിഡന്റായി തുടരുമെന്ന് ഹൈക്കമാൻഡ്. KM മാണിയോട് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന് KPCC തീരുമാനം. കോട്ടയം DCCയുടെ പ്രമേയത്തിന് അംഗീകാരം. മാണിയുമായുള്ള ബന്ധം ശിഥിലമാക്കരുതെന്ന് PJ കുര്യന്റെ വാദം KPCC തള്ളി. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. മന്ത്രി ജി സുധാകരന്റെ കിഫ്ബി വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളവും ഇറങ്ങിപ്പോക്കും. വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതിന് തെളിവാണ് സുധാകരന്റെ പരാമർശമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. എന്നാൽ കിഫ്ബിയെക്കുറിച്ച് താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. ബജറ്റിന് പുറത്തുനിന്ന് പണം വായ്പയെടുക്കുന്ന തരികിട പരിപാടിയാണ് കിഫ്ബി എന്ന മന്ത്രി ജി സുധാകരന്റെ പ്രസംഗം ചൂണ്ടിക്കാട്ടി VD സതീശനാണ് പ്രതിപക്ഷത്തു നിന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതല്ലെന്നും മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ വിശദീകരിച്ചു. മുഖ്യമന്ത്രിക്ക് വിശദീകരണത്തിന് പോലും അവസരം നൽകാതെ സ്പീക്കർ നേരിട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് ഇത് കാണാൻ സാധിക്കുകയില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി തരാൻ നിർവാഹമില്ല എന്ന് അറിയിക്കുകയാണ്. നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ച പ്രതിപക്ഷം ആദ്യ സബ്മിഷനായി വിഷയം ഉന്നയിക്കാൻ VD സതീശന് അവസരം നൽകാമെന്ന് സ്പീക്കർ അറിയിച്ചതോടെയാണ് ശാന്തരായത്. തുടർന്ന് സബ്മിഷൻ അവതരിപ്പിച്ച VD സതീശൻ സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടെന്ന് കുറ്റപ്പെടുത്തി. ജനാധിപത്യപരമായ ചർച്ചകളെ പോലും ഭരണപക്ഷം ഭയപ്പെടുന്നതായും അദ്ദേഹം ആരോപിച്ചു. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വമില്ലായ്മ പരസ്യമായി പ്രകടമാക്കപ്പെട്ടിരിക്കുകയാണ്. സാർ, അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി ഈ സഭ ചർച്ച ചെയ്യണമെന്ന് തന്നെ ഉള്ള ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കും. വിഷയദാരിദ്ര്യമുള്ളവരെ തങ്ങൾ എന്തിനു ഭയപ്പെടണമെന്നും മുഖ്യമന്ത്രി കളിയാക്കി. ഇത്രമാത്രം വിഷയദാരിദ്ര്യം അനുഭവപ്പെടുന്ന പ്രതിപക്ഷത്തെ എന്തിനാണ് സർ ഭരണപക്ഷം ഭയപ്പെടുന്നത്? ജി സുധാകരൻ പറഞ്ഞതിന് തെളിവായി മാധ്യമങ്ങളുടെ CD മേശപ്പുറത്ത് വെക്കാമെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി ചെവികൊണ്ടില്ല. താൻ കിഫ്ബിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന വിശദീകരണവുമായി മന്ത്രി ജി സുധാകരനും രംഗത്തെത്തി. ഞാൻ കിഫ്ബിക്കെതിരായി ഒരക്ഷരവും സംസാരിച്ചിട്ടില്ല. അതാണല്ലോ പ്രധാന പ്രശ്നം. CD നോക്കിക്കോളൂ എന്ന പ്രശ്നമുണ്ടെന്ന് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ സംസാരിച്ച പ്രശ്നം കേരള പിറവി മുതൽ നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന പിറവി വരെ നമ്മുടെ പല ഭരണവകുപ്പുകളിലും നടന്നു വരുന്ന നമ്മുടെ വികസനത്തിന് തടസ്സമായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ്. സബ്മിഷൻ ഗൗരവപൂർവ്വം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് R രാജേഷ് MLA CPM, M വിൻസെന്റ് MLA കോൺഗ്രസ്, ഡോക്ടർ N ജയരാജ് MLA കേരള കോൺഗ്രസ്, സാമ്പത്തിക വിദഗ്ധനും KSFE ഡയറക്ടറുമായ അഡ്വക്കേറ്റ് VK പ്രസാദ് എന്നിവരാണ്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഇക്കാര്യത്തിൽ മന്ത്രി ജി സുധാകരൻ പറഞ്ഞത് എന്തായിരുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ മാസം 6-ന് ആലപ്പുഴയിൽ ടാക്സ് കൺസൾട്ടന്റ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ ഈ വിവാദ പ്രസംഗം. ആ പ്രസംഗത്തിൽ ചില ഭാഗങ്ങളിലാണ് കിഫ്ബിയെ പറ്റി അദ്ദേഹം പരാമർശിച്ചത്. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ബഡ്ജറ്റ് വെച്ചാൽ പോലെ 4 പേരോട് പറയാം, അത് വെക്കത്തില്ല. ഈ തരത്തിലൊക്കെയുള്ള തരികിട കളികളാണ് ഈ കേരള സംസ്ഥാനം ഉണ്ടായത് നടക്കുന്നത്. ഒന്നും മാറ്റിയിട്ടില്ല. ഇപ്പോൾ തരികിട കളി. ബഡ്ജറ്റിന് വെളിയിൽ പൈസ അനുവദിക്കുക, ബഡ്ജറ്റിൽ പറയത്തില്ല. അപ്പോൾ 10 കോടി മുതൽ മുകളിലോട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ബഡ്ജറ്റിൽ ഈ തന്ന പണം കൊണ്ടൊന്നും പറ്റില്ല. അതിനാണ് പിന്നെ വെളിയിൽ നിന്ന് വായ്പ എടുക്കുന്ന, ബഡ്ജറ്റ് പ്രഖ്യാപിക്കും, പക്ഷെ വായ്പ എടുക്കുന്ന ബഡ്ജറ്റിൽ നിന്നല്ല, വെളിയിൽ നിന്നായി. അതാണ് കേരള ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഇത് പറയുന്നത്. കിഫ്ബിയെ പറ്റി മന്ത്രി ജി സുധാകരൻ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്ക്. ആദ്യം ശ്രീ R രാജേഷ് MLA, ഈ പ്രസംഗത്തിൽ നിന്നും എന്താണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്?
തരികിട ഏർപ്പാടുകളെന്ന് മന്ത്രി ഉദ്ദേശിക്കുന്നത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ പറ്റിയും അതുവഴി ലഭിക്കുന്ന ഫണ്ട് അങ്ങനെ ലഭിക്കുമെന്ന് കരുതുന്ന ഫണ്ട് പൊതുമരാമത്ത് വകുപ്പിന് ലഭിക്കാതെ പോവുകയും ചെയ്യുന്നതിലുള്ള അതൃപ്തി അദ്ദേഹം പ്രകടമാക്കുകയല്ലേ ചെയ്തത്? ഈ പ്രസംഗത്തിൽ നിന്നും അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാൻ കിഫ്ബിയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ സർക്കാരിലെ ചില മന്ത്രിമാരുടെ ചില പ്രസംഗങ്ങൾ, ആ പ്രസംഗത്തിൻ്റെ ഒരു ദീർഘനേരം നടത്തുന്ന ചില പ്രസംഗങ്ങൾ, ആ പ്രസംഗത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് ആ ഭാഗം ഫ്ലക്ച്വേറ്റ് ചെയ്ത് തെറ്റായ ദിശയിൽ കാണിച്ച് ഒരു വലിയ പ്രചരണം കേരളത്തിനകത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വിഷയം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് രണ്ടാമത്തെ വിഷയം കടന്നു വരിക. ഇവിടെ ഞാൻ ആ പ്രസംഗം ഇതുവരെ കേട്ടിരുന്നില്ല, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ അകത്ത് കേൾപ്പിച്ചപ്പോഴാണ് ഞാനത് കേട്ടത്. എനിക്ക് തോന്നുന്നു ഒരു ടാക്സുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ അദ്ദേഹം ദീർഘനേരം പ്രസംഗിച്ചതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ കേൾപ്പിച്ചത്. അതിലൊന്നാമത്തെ ഭാഗം, ആ പ്രസംഗം കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, ആ പ്രസംഗത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുകൾക്ക് അനുവദിക്കുന്ന പണം, ആ പണത്തിനപ്പുറത്തായി AS കൊടുക്കുന്ന ചില പ്രവർത്തികളുടെ ഭാഗമായ നടപടിക്രമങ്ങൾ പൊതുമരാമത്ത് മന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കിഫ്ബി എന്നുള്ള ഒരു ചെറിയ പരാമർശം. ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ ബന്ധമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും കൂട്ടിച്ചേർത്തുകൊണ്ട് വരുമ്പോഴാണ് നിങ്ങൾ ഈ ചൂണ്ടിക്കാണിക്കുന്ന തരികിട കളി എന്നത് കിഫ്ബിക്ക് ബാധകമായി മാറുക. യഥാർത്ഥ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ സുവ്യക്തമായിട്ടുള്ളത് ഒന്നാമത്തെ ഭാഗം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ PWDക്ക് ഒരു 1000 കോടി രൂപ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചത്, ഇപ്പോൾ 1000 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിന് കൊടുത്താൽ 1000 കോടിയുടെ ഭരണാനുമതി അല്ല കൊടുക്കുക. അവിടെ മന്ത്രിയുടെ ഫിനാൻസ് വകുപ്പിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും സംയുക്തമായൊരു ഇടപെടലിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് കൊടുക്കുന്ന പ്രപ്പോസൽസിൻ്റെ അടിസ്ഥാനത്തിൽ ബജറ്റിൽ വകുപ്പിന് പ്രഖ്യാപിക്കുന്ന തുകയുടെ 4 or 5 ഇരട്ടി അധികമായി AS കൊടുക്കുകയാണ്. ആ AS കൊടുക്കുന്ന ഒരു നിലപാടിനെയാണ് പൊതുമരാമത്ത് മന്ത്രി ചോദ്യം ചെയ്തിട്ടുള്ളത്. എന്തിനാണ്? വകുപ്പിന് ബജറ്റിൽ അനുവദിക്കുന്ന ഫണ്ടിനപ്പുറത്തായി ഇന്നലകളിൽ ഇത്തരമൊരു അധികമായി ഇത്തരം AS കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എന്തിനു മാറുന്നു? ഇതൊരു തരികിട കളിയാണ്. അതിനെയാണ് തരികിട കളി എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഭാഗമാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടല്ല തരികിട കളി എന്ന് പറഞ്ഞത്. ഈ തരികിട കളിയെക്കുറിച്ചാണ് ഇതിനെയാണ് അദ്ദേഹം തരികിട കളി എന്ന വാക്കുപയോഗിച്ചത്. അപ്പോൾ ഈ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം എന്ന നിയമസഭയ്ക്കകത്ത് കിഫ്ബിയെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന നിലയിൽ നിയമസഭയ്ക്കകത്തൊരു വിഷയം റൈസ് ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്നതും. അവിടെ എനിക്ക് തോന്നുന്നു 2 or 3 ദിവസക്കാലം മുമ്പാണ് ഇത്തരം ഒരു പ്രസംഗം നടന്നത്. ഇന്നലെ അത് മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നിരുന്നു. ഇന്നലെ തന്നെ ആ പ്രസംഗത്തിൻ്റെ ഒരു ക്ലിയർ സ്റ്റേറ്റ്മെന്റ് പൊതുമരാമത്ത് മന്ത്രി കൊടുത്തിരുന്നു. ഞാൻ അങ്ങനെ കിഫ്ബിക്കെതിരായി നിലപാട് സ്വീകരിച്ചിരുന്നില്ല. കിഫ്ബി ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളം 60 വർഷക്കാലം പിന്നിടുമ്പോൾ താങ്കൾ തുടരുക, നമുക്ക് അതിലേക്ക് വരാം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ശ്രീ M. വിൻസെന്റ്, ഇക്കാര്യത്തിൽ എന്താണ് ഒരു പുതുമയുള്ളത്? കാലാകാലങ്ങളിൽ ധനവകുപ്പിനെതിരെ മറ്റു വകുപ്പിലെ മന്ത്രിമാർ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ പരാതികൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണല്ലോ. UDFന്റെ കാലത്തും KM മാണി ധനമന്ത്രിയായിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള പരാതികൾ മറ്റു മന്ത്രിമാർ ഉന്നയിച്ചിരുന്നു. ധനവകുപ്പിൽ നിന്നും പണം മറ്റു വകുപ്പുകളിലേക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി, പ്രത്യേകിച്ച് ആ പരാതികൾ എപ്പോഴും ഉയർന്നു വരുന്നത് പൊതുമരാമത്ത് വകുപ്പിനാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 25,000 കോടിയുടെ പ്രവൃത്തിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. 50 കോടി രൂപയുടെ പാലം പണിയാൻ പോലും പണമില്ല. 30,000 കോടിയെങ്കിലും ലഭിച്ചാലേ 3,000 കോടിയെങ്കിലും ലഭിച്ചാലേ പൊതുമരാമത്ത് വകുപ്പിന് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയൂ. പക്ഷേ ഇതുവരെ കിട്ടിയത് 129 കോടിയാണ് എന്ന് പറയുന്നു. ഇത് ആ വകുപ്പിന് കാര്യങ്ങൾ നടന്നു പോകുന്നതിന് കൂടുതൽ പണം വേണമെന്ന് ആരോഗ്യകരമായ ഒരു പരാതി ഉന്നയിക്കുകയല്ലേ ചെയ്തത്. അത് ഒരു അടിയന്തര പ്രമേയമാക്കണമോ? അതിനുശേഷം അതിന് അനുമതി ലഭിക്കാത്തപ്പോൾ അത് സബ്മിഷനായി ഉന്നയിക്കുക, അതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോവുക, ഇത് ഒരു സ്വാഭാവിക പ്രക്രിയ നടക്കുന്നത് മന്ത്രി ചൂണ്ടിക്കാണിക്കുകയല്ലേ ചെയ്തത്? കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നു, താങ്കൾക്കും അറിവുള്ളതല്ലേ? തീർച്ചയായും അങ്ങനെയല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് കിഫ്ബി. അത് ഇടതുപക്ഷ മുന്നണിയുടെ നയമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കേരള നിയമസഭ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തത്, ആ ചർച്ച ചെയ്ത സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങളുടെ ആശങ്കകൾ വളരെ വ്യക്തമായി പറഞ്ഞു. ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കുക, എന്നിട്ട് അതിനെ തിരിച്ചടയ്ക്കുന്നത്
ബഡ്ജറ്റിനകത്തു നിന്നുമാണ്. തിരിച്ചടവ് നമ്മുടെ വരുമാനത്തിൽ നിന്നാണ് തിരിച്ചടയ്ക്കുന്നത്. വരുമാനം യഥാർത്ഥത്തിൽ ബഡ്ജറ്റിനുള്ളിൽ വരുന്നതാണ്. അപ്പോൾ അത് ആ പൈസ എടുത്ത് തിരിച്ചടവ് നടത്തും എന്നാണ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഞങ്ങൾ പങ്കുവച്ച ആശങ്ക തന്നെയാണ്. ബഡ്ജറ്റിന് പുറത്ത് കടമെടുത്ത് ചെയ്യുന്ന ഒരു കളിയാണ് ഈ കിഫ്ബി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അത് പറയുകയുണ്ടായി. ഇവിടെ ശ്രീ രാജേഷ് പറഞ്ഞത് ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗം അടർത്തിയെടുത്ത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലെവിടെയാണ് ദുർവ്യാഖ്യാനം? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ അതേ വാചകങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെ നമ്മൾ കേൾക്കുകയുണ്ടായി. ഞങ്ങൾ കേരള നിയമസഭയിൽ ശ്രീ വി ഡി സതീശൻ ഇത് സംബന്ധിച്ച ഒരു ചാനലിൻ്റെ വന്ന വാർത്തയുടെ ടേപ്പ് അവിടെ ഹാജരാക്കുകയുണ്ടായി. ആ ടേപ്പിൽ എൻ്റെ വാചകങ്ങളല്ല, എൻ്റെ ശബ്ദമല്ല എന്നൊന്നും തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോ ആരും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ പരിഹാസ്യമായ ഒരു നിലപാടാണ് നിയമസഭയിൽ സ്വീകരിച്ചത്. അദ്ദേഹം സ്വീകരിച്ചത് ഏഷ്യാനെറ്റിൻ്റെ ഒരു CD ആണ് അവിടെ ഹാജരാക്കിയത്. അതിൽ അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഹാജരാക്കിയത് എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഏഷ്യാനെറ്റ് മാത്രമല്ല, റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള എല്ലാ ചാനലുകളിലും ഇതിലെ കാതലായ പ്രശ്നം, അതായത് മന്ത്രി ഇനി തരികിട എന്ന് ഉദ്ദേശിച്ചത് കിഫ്ബിയെ അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ബജറ്റിന് പുറത്ത് പണം കണ്ടെത്താനുള്ള ശ്രമങ്ങളെ, കാലങ്ങളായി നടക്കുന്ന ശ്രമങ്ങളെ ആകെ ചേർത്ത് അദ്ദേഹം പറഞ്ഞതായിരിക്കാം. പക്ഷേ അപ്പോഴും ഈ പ്രശ്നം അവിടെ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ വകുപ്പിൽ പണം ലഭിക്കുന്നില്ല. 3000 കോടിയെങ്കിലും ആവശ്യമുള്ളിടത്ത് 139 കോടിയാണ് ലഭിക്കുന്നത്. 50 കോടി ചെലവിട്ടൊരു പാലം പണിയാൻ പോലും വകുപ്പിൽ പണമില്ല എന്ന് പറയുമ്പോൾ ഈ കിഫ്ബി എന്ന ആശയം അത് ഏത് ലക്ഷ്യത്തോടു കൂടിയാണോ അത് പ്രഖ്യാപിച്ചത്, അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല, അത് പരാജയപ്പെടുന്നു എന്ന വലിയൊരു പ്രശ്നം മന്ത്രി അവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ലേ? കിഫ്ബി എന്ന് പറയുന്നൊരു സംവിധാനം പരാജയപ്പെടുന്നില്ല. അത് ഈ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതും കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രോജക്റ്റാണ്, ആരംഭിച്ച പദ്ധതിയാണ്. അത് ഉത്തരവാദിത്തത്തോടു കൂടി നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബാധ്യസ്ഥവുമാണ്. കിഫ്ബി വഴി എത്ര കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി എന്നതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ചൂണ്ടിക്കാണിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ദീർഘനേരമുള്ള പ്രസംഗത്തിൽ, ആ പ്രസംഗത്തിനകത്തെ 1.5 മിനിറ്റാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു CD കാണേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനകത്ത് ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ കാണിച്ചിരുന്നല്ലോ. ആ ചർച്ചയ്ക്കകത്ത് വളരെ ക്ലിയറായി പറഞ്ഞു, ഇന്നലകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ അടക്കമുള്ള ചില വകുപ്പുകളിൽ ഇത്തരം ചില തരികിട കളികൾ ഉണ്ടായിരുന്നു. എന്താണത്? അതാണ് ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൽ പണമില്ല. അവിടെയാണ് നമ്മൾ ബജറ്റിൻ്റെ ഭാഗമായി ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഒരു 1000 കോടി രൂപ എന്ന് കരുതുക. 1000 കോടി രൂപ നമ്മൾ പൊതുമരാമത്ത് വകുപ്പിന് കൊടുക്കുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യം 1000 കോടിക്കകത്ത് ഒതുങ്ങുന്നതാണോ? കേരളത്തെ സംബന്ധിച്ച് ഓരോ നിയോജക മണ്ഡലങ്ങളിൽ കൂടുതൽ പാലങ്ങൾ വേണം, റോഡുകൾ വേണം, കൂടുതൽ സൗകര്യങ്ങൾ വേണം. നമുക്കൊരു നിയോജക മണ്ഡലത്തിൽ തന്നെ MLA-മാരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എത്രയോ കോടിയുടെ ആവശ്യങ്ങളായിരിക്കും. എന്നാൽ ബജറ്റിൻ്റെ ഭാഗമായുള്ള വരുമാനം കൊണ്ട് മാത്രം നമുക്ക് കഴിയുന്നതല്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ മാത്രമല്ല, കഴിഞ്ഞൊരു അരനൂറ്റാണ്ടായി കേരളത്തിൽ തുടർന്നു പോകുന്ന സംവിധാനത്തെക്കുറിച്ചാണ് പൊതുമരാമത്ത് മന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ബജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്ന പണം. എന്നാൽ ആ പണത്തിനപ്പുറത്തായി അതിൻ്റെ 4-5 ഇരട്ടി AS കൊടുക്കുകയാണ്. പണമില്ലാതെ ഭരണാനുമതി കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അനുഭവമുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വളരെ ക്ലിയറായി പറയാം, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 1000 കോടി രൂപ മറ്റുമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിലേക്ക് കൊടുത്തിരുന്നത്. എന്നാൽ 4000 കോടി രൂപയുടെ AS കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഭരണാനുമതി കൊടുത്തു. ആ 4000 കോടി രൂപയുടെ AS കൊടുക്കുമ്പോൾ ബജറ്റിൽ പണമില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ 4000 കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയാൽ അതിന് കരാറുകാർ കൊടുക്കാൻ ആവശ്യമായ പണമുണ്ടോ? ഇല്ല. അതാണ് അഡ്വക്കേറ്റ് VK പ്രസാദ്, ഇതിൽ ഈ വിമർശനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇപ്പോൾ മന്ത്രി പ്രസംഗിച്ചതിന്റെ പദാനുപത വിമർശനമോ അല്ലെങ്കിൽ വിലയിരുത്തലോ നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. കാതലായ ഒരു പ്രശ്നം, ഈ കിഫ്ബി എന്ന ആശയം നടപ്പാകുമ്പോൾ അത് പ്രായോഗികമായി വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് പരോക്ഷമായി സുധാകരൻ സൂചിപ്പിക്കുകയാണോ ചെയ്തത് ഈ പ്രസംഗത്തിലൂടെ? സുധാകരൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമല്ല. ഏതായിരുന്നാലും കിഫ്ബിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ കിഫ്ബിയെ തള്ളിപ്പറയുന്ന കാര്യങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായിരുന്നാലും ഇവിടെ അത്തരത്തിൽ ഒരു വിമർശനം കിഫ്ബിക്കെതിരെ ഉന്നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഞാൻ കാണുന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിലുള്ള സ്ഥിതി എന്താണ്?
നമുക്കറിയുന്ന പോലെ കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ ഏതാണ്ട് 90% പെൻഷൻ അതുപോലെ ശമ്പളം അടക്കമുള്ള ചിലവുകൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വരുന്നു. അതിന് കാരണം പെൻഷൻ ശമ്പളവും കൂടുതലായത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ വരുമാനത്തിലുണ്ടാകുന്ന മുരടിപ്പാണ് പ്രധാനപ്പെട്ട കാരണം. ഇതിനെ മറികടക്കണമെങ്കിൽ ആകെയുള്ള സാധ്യതകൾ രണ്ടാണ്. ഒന്നുകിൽ വരുമാനം കൂട്ടുക, അല്ലെങ്കിൽ ചിലവ് ചുരുക്കുക. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചിലവ് കുറയ്ക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സാധ്യമല്ല. കാരണം ക്ഷേമ പദ്ധതികളിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട് മാത്രമേ ഒരു സർക്കാരിന് ചിലവ് കുറയ്ക്കാൻ സാധിക്കൂ. അത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഖ്യാപിത നയത്തിന് തന്നെ വിരുദ്ധമാണത്. അപ്പോൾ പിന്നെ ഉള്ള ഒരേ ഒരു സാധ്യത വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. ഏറ്റവും അവസാനം നമ്മുടെ മദ്യനയം സംബന്ധിച്ച വിവാദങ്ങളുടെ ഫലമായിട്ട് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ വരുമാനത്തിലെ വലിയ ഒരു പങ്കാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ വരുമാന വർധനവിനുള്ള സാധ്യതകളുമില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ള ഒരേ ഒരു സാധ്യത സർക്കാരിൻ്റെ വരുമാനത്തിന് പുറത്ത് മറ്റ് ഏജൻസികളിൽ നിന്നുള്ള പണം വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ മൂലധന ചെലവുകൾ നടത്തുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അതിലൊരു സംശയം, ഈ ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തുക എന്ന ആശയം അത് നേരത്തെയും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ആ നിലയിൽ ബജറ്റിന് പുറത്ത് ഈ എല്ലാ പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിക്കുകയും അതിന് പണം കണ്ടെത്താനുള്ള വഴികൾ മുഴുവൻ ബജറ്റിൽ പറയുകയും വേണമെന്നൊന്നും അങ്ങനെയൊന്നും വാശി പിടിക്കാൻ കഴിയില്ലല്ലോ. ബജറ്റിന് പുറത്ത് പണം കണ്ടെത്താനുള്ള സാധ്യതകളെ പറ്റി ആ നിലയ്ക്ക് ഒരു പദ്ധതിയായി അത് പ്രഖ്യാപിക്കുന്നതിൽ അതൊരു തരികിട ഏർപ്പാടോ ഒന്നും അല്ലല്ലോ. അതിനെ അങ്ങനെയൊന്നും വിലയിരുത്താൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും അത് തരികിടയല്ല, അങ്ങനെ ഒരു പറയാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇത് വാസ്തവത്തിലൊരു പുതിയ കാര്യമല്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന സംവിധാനം എന്തിനു വേണ്ടി ആണ് ബോർഡ് ആയിട്ട് രൂപപ്പെടുത്തിയത് തന്നെ? അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബജറ്റിന് പുറത്ത് നമ്മുടെ ഊർജ്ജ മേഖലയിൽ പണം കണ്ടെത്തുന്നതിനും അത് ചിലവഴിക്കുന്നതിനുള്ളൊരു സംവിധാനം തന്നെയാണ്. കിഫ്ബിയും ആ രൂപത്തിലുള്ള നിയമാനുസൃതമായിട്ട് രൂപീകരിക്കപ്പെട്ടൊരു ബോർഡാണ്. അതിലൂടെ പണം കണ്ടെത്തുക, ആ പണം വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ കാര്യത്തിൽ വാസ്തവത്തിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, നമുക്കറിയുന്നത് പോലെ സാധാരണഗതിയിൽ ഗവൺമെൻറ് വായ്പകൾ എടുക്കാറുണ്ട്. വേൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നോ ഒക്കെയുള്ള വായ്പകൾ എടുക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ അത്തരത്തിലുള്ള വായ്പ കൃത്യമായി നേരത്തെ തന്നെ കരാറിൽ ഉറപ്പിച്ചതാണ് എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ഇൻകത്തിൻ്റെ ഭാഗമായി കണക്കാക്കിക്കൊണ്ട് അത് ബജറ്റിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വളരെ വ്യത്യസ്തമായൊരു മോഡൽ ആണ് അവലംബിച്ചിരിക്കുന്നത്. അതായത് കിഫ്ബി എന്ന ഈ സംവിധാനം അവർ പണം കണ്ടെത്തും, ആ പണം ഗവൺമെൻറ് അംഗീകരിച്ച് അവരെ ഏൽപ്പിക്കുന്ന പ്രോജക്റ്റുകൾ അവർ നിർവഹിക്കും, അതിൻ്റെ മേൽനോട്ട ചുമതല അവർ നിർവഹിക്കും, അതിൻ്റെ ഓഡിറ്റിംഗ് അവർ നിർവഹിക്കും. അതിന് ഉള്ള വരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ മുതൽ മുടക്കുന്ന ഇൻവെസ്റ്റേഴ്സിനുള്ള ഏറ്റവും വലിയ ഉറപ്പ് ആയിട്ട് ബജറ്റിലൂടെ തന്നെ ഗവൺമെൻറ് ആ കിഫ്ബിക്കുള്ള പണം വകയിരുത്തിയിരിക്കുന്നു. അതായത് കൃത്യമായും നിർവചിതമായ രൂപത്തിൽ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ ഒരു നിശ്ചിത ശതമാനം അത് ഓരോ വർഷവും നിശ്ചിത രൂപത്തിൽ വർദ്ധിക്കുകയും ചെയ്യും. അത് ബജറ്റിൽ തന്നെ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് വാസ്തവത്തിൽ ബജറ്റുമായിട്ട് ഈ കാര്യത്തിൽ വരുന്നൊരു ബന്ധം. അതായത് കിഫ്ബിക്ക് വേണ്ടി ഗവൺമെൻറ് ബജറ്റിൽ നിന്ന് വകയിരുത്തുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനുള്ള ഏറ്റവും വലിയ ഉറപ്പെന്താ? അവർ മുടക്കുന്ന പണത്തിന് റിട്ടേൺ കിട്ടണം. ആ റിട്ടേൺ ഗവൺമെൻറ് ബജറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ പണം സമാഹരിക്കുന്ന കാര്യത്തിൽ കിഫ്ബി എന്ന ആ സംവിധാനത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസ്യത ആർജിക്കുന്നതിനുള്ള ബിൽറ്റിൻ ആയിട്ടുള്ള സംവിധാനങ്ങൾ അതിലുണ്ട്. അതായത് അതൊരു പ്രൊഫഷണൽ സംവിധാനമാണ്. അവരെ ഏൽപ്പിക്കുന്ന പദ്ധതികളുടെ നിർവഹണ ചുമതല പൂർണ്ണമായും അവരുടെ മേൽനോട്ടത്തിലായിരിക്കും. അതിൻ്റെ ഓഡിറ്റിംഗ് അവരുടെ മേൽനോട്ടത്തിലായിരിക്കും. സമയബന്ധിതമായി അത് പൂർത്തിയാക്കുക എന്ന ഒരു ദൗത്യം അവർ തന്നെയാണ് നിർവഹിക്കുക. ഇതിൻ്റെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്വതന്ത്രമായ ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ബിൽറ്റിൻ ആയിട്ടുള്ള സംവിധാനങ്ങളിലൂടെ അതിൻ്റെ ഒരു വിശ്വാസ്യത, എന്തൊക്കെ പറഞ്ഞിരുന്നാലും നമുക്കറിയാമല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ പണം മുടക്കുമ്പോൾ പണം തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പാണ് അയാൾക്ക് ആവശ്യം. അത് ബജറ്റിലൂടെ തന്നെ സർക്കാർ പ്രഖ്യാപിക്കുക. ഞാൻ വരാം. ഡോക്ടർ എൻ ജയരാജ്, ഇക്കാര്യത്തിൽ ഈ കിഫ്ബി ബജറ്റിൽ പ്രഖ്യാപിക്കുമ്പോൾ ബജറ്റിന് പുറത്തുനിന്ന് പണം സമാഹരിക്കാനുള്ള ഒരു ഉപാധിയായി, ഒരു SPV ആയി അതിനെ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച ഏറ്റവും വലിയ വിമർശനം അത് സാധ്യതപ്രായമാകില്ല. ഈ കിഫ്ബി എന്നത് ഒരു ആശയമായി നിലനിൽക്കുകയുള്ളൂ, അത് പരാജയപ്പെടും, അതുകൊണ്ട് ഈ ബജറ്റ് അതിൻ്റെ ലക്ഷ്യത്തിലെത്തില്ല എന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. ആ വിമർശനമാണ് ഒരു മന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ഇക്കാര്യത്തിൽ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ സബ്മിഷനായി വിഷയം ഉന്നയിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയതും. VD സതീശനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്താണോ ഇതിനെപ്പറ്റി പറഞ്ഞത് അതൊരു മന്ത്രിയും പറയുന്നുണ്ട് എന്ന്. താങ്കൾക്ക് അതിൻ്റെ പ്രായോഗികതയിൽ, ഈ കിഫ്ബിയുടെ പ്രായോഗികതയിൽ
സംശയമുണ്ട് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ കൂടി അതിനെ വിലയിരുത്തുമ്പോൾ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 202 അനുസരിച്ച് കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെ വരവ് ചെലവ് കണക്കുകൾ നിയമസഭയിൽ വെക്കുക എന്നുള്ളത് ഭരണഘടനാപരമായൊരു ബാധ്യതയാണ്. ഇപ്പോൾ സ്വാഭാവികമായി ഒരു സംസ്ഥാനത്ത് ഒരു വർഷം ചെലവഴിക്കുന്ന വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ രേഖ ജനപ്രതിനിധികളുടെ സഭയിൽ വെച്ച് അത് പാസ്സാക്കുക എന്നുള്ളത് ഭരണഘടനാപരമായൊരു ബാധ്യതയാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് വർഷങ്ങളായിട്ട് നമ്മളിത് തുടരുന്നത്. പക്ഷേ അടുത്ത കാലത്തായിട്ട് കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാം നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ബഡ്ജറ്റിന് പുറത്ത്, അതാണ് ഈ ഔട്ട് ഓഫ് ബഡ്ജറ്റ് പണം ചെലവഴിക്കുന്ന ഒരു പ്രക്രിയ കുറേ കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ നടപ്പാക്കുന്ന രീതിയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ PWD ഡിപ്പാർട്ട്മെൻറ്റിന് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന തുകയേക്കാൾ ഏറെ തുകയ്ക്കുള്ള AS ആണ് പിന്നീട് നൽകുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ ബഡ്ജറ്റ് ഒരു നോക്കുകുത്തിയായി പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രണ്ടാമത്തെ പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെയാണ് 80-85% ശമ്പളവും പെൻഷനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി നൽകുകയും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കാലാകാലങ്ങളായി പണം ലഭ്യമല്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി കാലത്തിന് ഈ വികസനത്തിൻ്റെ പുതിയ തലങ്ങൾ കണ്ടെത്തണമെങ്കിൽ അതിന് മറ്റു മാർഗങ്ങളെ അവലംബിക്കേണ്ടി വരുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് കാലത്തല്ല, 1999 ഇത്തരം ഒരു ആശയത്തിന് സംസ്ഥാന ഗവൺമെൻറ് രൂപം നൽകുന്നത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന ആ നിയമത്തിനകത്ത് കുറേ കൂടെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറേയേറെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 1200 കോടി രൂപയ്ക്കുള്ള ഭരണാനുമതി ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു, നമുക്കിതിനകത്ത് 2 പ്രധാനപ്പെട്ട സോഴ്സാണ് പ്രധാനമായിട്ടും ധനകാര്യമന്ത്രി കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം, 2 ഓയിലിൽ നിന്ന് കിട്ടുന്ന പെട്രോളിയം ഉൾപ്പെടെയുള്ള അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഈ 2 വരുമാനവും അതോടൊപ്പം തന്നെ ഇതര സോഴ്സുകളിൽ ഇൻവെസ്റ്റേഴ്സ് കടന്നു വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ബോണ്ടോ അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ അതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് കൂടുതൽ പണം സമാഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, തീർച്ചയായിട്ടും ഒരു വികസന പ്രക്രിയയെ കൂടുതൽ ത്വരിതപ്പെടുത്തുക എന്നുള്ള പ്രക്രിയയിൽ നമ്മൾ സാധാരണ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ നമ്മൾ സാധാരണയായിട്ട് രൂപപ്പെടുത്തിയെടുക്കാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇപ്പം KMR ഉൾപ്പെടെയുള്ള പദ്ധതികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യത്തിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഒന്ന് നടക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നില്ല? ഇത് ബജറ്റിന് പുറത്ത് ഒരു വരുമാനം അല്ലെങ്കിൽ നിക്ഷേപം ആർജിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമം അത് ആ നിലയ്ക്ക് കണ്ടാൽ മതി, അതിനെ സംശയ ദൃഷ്ടിയോടെ നോക്കേണ്ടുന്ന സാഹചര്യമില്ല. കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾക്ക് ASും TSും നൽകിയതിനപ്പുറത്ത് അസാധാരണമായി എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. നമ്മളതിനെ പൂർണ്ണമായി നിഷേധിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ പണമില്ലാത്തൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പണം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രായോഗികമായൊരു സമീപനം ഇക്കാര്യത്തിൽ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ഒരു ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. പക്ഷേ നടപടികൾ നടക്കുമ്പോൾ, കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ 1 രൂപ പോലും ചെലവഴിക്കുമ്പോൾ അത് കേരള സംസ്ഥാനത്തിൻ്റെ നിയമസഭയിൽ വെച്ച് പാസ്സാക്കി സഭയുടെ അംഗീകാരം വാങ്ങിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു പ്രക്രിയ. അതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സുതാര്യത ഈ കാര്യത്തിൽ എത്രമാത്രം സൂക്ഷിക്കാൻ കഴിയും? ഇപ്പോൾ ഇവിടെ എക്സ്പേർട്ടുകളുടെ ഒരു ടീമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കിഫിയുടെ ബോർഡിനകത്ത് തന്നെ ജനപ്രതിനിധികളോ മറ്റാളുകളോ, ധനകാര്യമന്ത്രിയും മാത്രം, അങ്ങനെയുള്ള ജനപ്രതിനിധികളുടെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രമാത്രം ട്രാൻസ്പെറൻസി അക്കാര്യത്തിൽ സൂക്ഷിക്കാൻ കഴിയും, ഈ പറയുന്ന പോലെ അതിൻ്റെ മോണിറ്ററിങ് എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ വരാൻ പോകുന്ന കാലത്തിൽ വിലയിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദിത്വം അല്ലെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടുന്ന എന്ത് സാഹചര്യമാണുള്ളത്? ഇനിയിപ്പോൾ മന്ത്രി ജി സുധാകരൻ പറഞ്ഞത് ഈ കിഫ്ബിയുടെ പ്രവർത്തനം കുറെ കൂടി കാര്യക്ഷമമാകണം എന്ന് തന്നെയാണെങ്കിലും അതിനെ ആ നിലയ്ക്ക് കണ്ടാൽ പോരെ? ആ വകുപ്പിൽ, പൊതുമരാമത്ത് വകുപ്പിൽ
ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടേണ്ടുന്ന ഒരു വകുപ്പിൽ പ്രതീക്ഷിക്കുന്ന നിലയിൽ അത് ലഭിക്കാതെ വരുമ്പോൾ ഒരു മന്ത്രി നടത്തിയ വിമർശനം, അത് ഒരു ടാക്സ് കൺസൾട്ടന്റുമാരുടെ ഒരു യോഗത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ സ്വാഭാവികമായും ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണല്ലോ അത്, ഇത്തരത്തിലുള്ള ധനവിനിയോഗം. അവിടെ ഇത് പറഞ്ഞു എന്നത് എങ്ങനെയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നത്? ഞങ്ങളിതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് അല്ല എടുത്തത്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചർച്ച മുഴുവനും കിഫ്ബിയുടെ മേന്മകൾ സംബന്ധിച്ചിട്ടുള്ളതാണ്. കിഫ്ബിയുടെ ഫീച്ചേഴ്സിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഞങ്ങളിന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന വിഷയം കിഫ്ബിയുടെ പേരിൽ വീണ്ടും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകരുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിനെയാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ രാജേഷും അതുപോലെ തന്നെ ഇവിടെ മറ്റ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറയുന്നത് കിഫ്ബിയുടെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരു മന്ത്രി ആ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം, ആ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനം, ആ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം തരികിടയാണ്, ബഡ്ജറ്റിന് പുറത്ത് പണമെടുത്ത് നടത്തുന്ന ഒരു കളിയാണ് ഇത് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് കിഫ്ബിയോടൊപ്പമല്ല, കിഫ്ബിക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനത്തോടൊപ്പമല്ല. ഇതിപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള വർക്കുകൾ മുഴുവനും ഇവിടെ പറഞ്ഞതുപോലെ മോണിറ്റർ ചെയ്യുന്നതും പണം അനുവദിക്കുന്നതും അതിൻ്റെ ഫീസിബിലിറ്റി ഇതെല്ലാം നിർണ്ണയിക്കുന്നവരാണ്. പൊതുമരാമത്ത് വകുപ്പിനെ നോക്കുകുത്തിയാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പൊതുമരാമത്ത് വകുപ്പിനെ മാത്രമല്ല ഈ കിഫ്ബി ഫണ്ട് അനുവദിക്കുന്ന എല്ലാ വകുപ്പുകളെയും നോക്കുകുത്തിയാക്കി ഇതെല്ലാം ധനകാര്യ വകുപ്പിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സംവിധാനമാണിതെന്ന് നിയമസഭയിലെ ചർച്ചയ്ക്കിടയിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതാണ് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ ഇന്ന് കുറെ കൂടി വ്യക്തമാക്കിയുമായി ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായി. അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഇത് ബഡ്ജറ്റിനകത്ത് കൊണ്ടുവരാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ബഡ്ജറ്റിന് പുറത്ത് ഈ പണം കണ്ടെത്തുന്ന രീതി തെറ്റാണ് എന്നതുകൊണ്ടാണ്. ഇവിടെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകരുന്ന നിരവധി സംഭവങ്ങൾ വരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മന്ത്രി സുധാകരൻ്റെ പ്രസംഗം. ഇവിടെ തന്നെ നിയമസഭയിൽ റവന്യൂ മന്ത്രി നൽകിയൊരു മറുപടിയുണ്ട്. ശ്രീ എസ് രാജേന്ദ്രൻ്റെ ഭൂമി കയ്യേറിയവരുടെ ലിസ്റ്റിൽ ശ്രീ എസ് രാജേന്ദ്രനുമുണ്ട് എന്ന് നിയമസഭയിൽ ഒരു മറുപടി അദ്ദേഹം നൽകി. അപ്പോൾ അതേ മന്ത്രിസഭയിൽ തന്നെയുള്ള ശ്രീ എം മണി പറയുന്നു അങ്ങനെ കയ്യേറ്റ ഭൂമിയല്ല, അദ്ദേഹം കയ്യേറിയിട്ടില്ല എന്ന് പറയുന്നു. മന്ത്രിമാർ ഓരോ വിഷയങ്ങളിലും പരസ്പര വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ലൈബിലിറ്റിയാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം. ആ കൂട്ടുത്തരവാദിത്വം തകരുന്ന തരത്തിൽ മന്ത്രിമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധ ചേരികളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായം പറയുമ്പോഴാണ് ഈ വിഷയവും കടന്നു വന്നിരുന്നു. പക്ഷേ സ്പീക്കർ അധിക സമയം അതിന് അനുവദിച്ചില്ല. ഞാൻ വരാം. ശ്രീ ആർ രാജേഷ്, ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകർന്നു എന്ന് കിഫ്ബിയെ വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ നടത്തിയ പ്രസംഗം മാത്രം വെച്ചുകൊണ്ടല്ല പ്രതിപക്ഷം പറയുന്നത്. CPI മന്ത്രിമാരും ഇടുക്കിയിൽ നിന്നുള്ള എം മണി അടക്കമുള്ള നേതാക്കളും തമ്മിലുള്ള പ്രശ്നം, അതുപോലെ തന്നെ ജി സുധാകരനും തോമസ് ഐസക്കും തമ്മിൽ ഉള്ള ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലെന്ന് പുറത്ത് ആരോപിക്കുന്ന തരത്തിലുള്ള മന്ത്രിസഭയിലെ ബുദ്ധിമുട്ടുകൾ. ഇന്ന് ഈ വിഷയത്തെപ്പറ്റി തോമസ് ഐസക്കിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നോ കമൻസ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പ്രതികരിച്ചില്ല. ഇത് ഇത്രത്തോളം വ്യക്തത മന്ത്രിക്കുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത് പ്രതികരിക്കുമായിരുന്നുവല്ലോ, അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ. അദ്ദേഹം ജി സുധാകരൻ ഉദ്ദേശിച്ചത് കിഫ്ബിയെ പറ്റിയല്ല എന്ന് പറയാമായിരുന്നു. അദ്ദേഹം അങ്ങനെയും പറഞ്ഞില്ല. ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തോട് പ്രതികരണം തേടിയത്. അതായത് ഇക്കാര്യത്തിൽ മന്ത്രിസഭയ്ക്കകത്ത് മന്ത്രിമാർ തമ്മിൽ പല വിഷയങ്ങളിലുമുള്ള അഭിപ്രായ വ്യത്യാസം കൂടിയാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഇന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു. പ്രതിപക്ഷം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇവിടെ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. റൂൾ 50 അവതരിപ്പിക്കാൻ, അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കാതലായ ഒരു വിഷയം പ്രതിപക്ഷത്തിന് കിട്ടിയിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായി ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഏതോ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് ഈ സർക്കാരിലാകെ കുഴപ്പമാണ്, മന്ത്രിമാർ തമ്മിൽ പ്രശ്നമാണ്, രണ്ട് മന്ത്രിമാർ തമ്മിൽ അവരുടെ വകുപ്പുകൾ തമ്മിൽ പ്രശ്നമാണ് എന്ന നിലയിലൊരു വല്ലാത്ത പുകമറ സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിലെന്താണ് കാതലായിട്ടുള്ളത്? കാതലായി ഒന്നുമില്ല.
ധനകാര്യമന്ത്രിയോട് നിങ്ങൾ ചോദിച്ചപ്പോൾ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് പ്രതികരിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ ശരി. എന്തുകൊണ്ടാണ്? ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഈ വിഷയം വന്നപ്പോൾ തന്നെ അതിന്റെ പ്രതികരണം പൊതുമരാമത്ത് മന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. എന്റെ പ്രസംഗത്തിൽ അങ്ങനെ ഒരു ഗൗരവമുള്ള വിഷയം ഈ സർക്കാർ ഒരുമിച്ച് പാസാക്കിയ പ്രതികരിക്കുക എന്നതല്ലേ അതിന്റെ ഒരു രീതി. പ്രത്യേകിച്ച് ധനവകുപ്പിനെതിരെ ആണ് മന്ത്രി പറഞ്ഞതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പ്രതികരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതിൽ ആ സംശയത്തിന്റെ പുകമറ അങ്ങനെ നിർത്തിപ്പോവുകയായിരുന്നില്ലല്ലോ ചെയ്യേണ്ടത്. അല്ല, നിങ്ങൾ എന്താണ് ധനകാര്യമന്ത്രിയോട് ചോദിച്ചത് എനിക്ക് അറിയില്ല. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ധനകാര്യമന്ത്രിയോട് ഏത് ചോദ്യമാണ് ചോദിച്ചത്, ഏത് ചോദ്യത്തിനാണ് അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് എനിക്കറിയില്ല. അതുകൊണ്ടാവും അദ്ദേഹം പ്രതികരിക്കാതിരുന്നത്. ഇന്നലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി, നിങ്ങൾ പൊതുമരാമത്ത് മന്ത്രി എന്തോ തെറ്റായ കാര്യം പറഞ്ഞു, ധനകാര്യമന്ത്രി കേരളത്തിലെ ഗവൺമെന്റ് രൂപീകരിച്ച കിഫ്ബിക്കെതിരായി എന്തോ നിലപാട് സ്വീകരിച്ചു എന്ന നിലയിലാണല്ലോ ചർച്ച. ഇന്നലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞല്ലോ, കിഫ്ബിക്കെതിരായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. കിഫ്ബി ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രോജക്റ്റാണ്. അത് നടപ്പിലാക്കുക എന്നത് കൂട്ടുത്തരവാദിത്തോടു കൂടി തന്നെ ഈ സർക്കാർ നടപ്പിലാക്കും. ഇവിടെ ഞാൻ രാഷ്ട്രീയമായി പറയാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്തിന് മറ്റ് വിഷയങ്ങളില്ല എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഇന്ന് പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിയമസഭയിൽ നടത്തിയല്ലോ. ആ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും അവസാനം വളരെ ലാഘവത്തോടു കൂടിയാണ്, ഒരു സ്വാഭാവികമായ ഇറങ്ങിപ്പോക്ക് എന്ന നിലയിലാണ്. ഇറങ്ങിപ്പോക്കിൻ്റെ ഗൗരവം പോലും UDF ഉണ്ടായിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ, കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. അപ്പോൾ പൊതുമരാമത്ത് മന്ത്രി കിഫ്ബിക്കെതിരായി പറഞ്ഞില്ല എന്നത് UDFന് ബോധ്യമാണ്. എന്നാൽ നാട്ടിലൊരു പുകമറ ഉണ്ടാക്കാൻ, കിഫ്ബിയുടെ പേരിൽ മന്ത്രിമാർ തമ്മിൽ എന്തോ പ്രശ്നമാണെന്നൊരു പുകമറ കേരളത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇവിടെ ചില കാര്യങ്ങൾ കൂടി. ഒന്ന്, ജയരാജ് സാറിന്റെ സുതാര്യതയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ 1200 കോടിയല്ല, 12,090 കോടി രൂപയുടെ ഭരണാനുമതി ഈ 2 മീറ്റിങ്ങുകളിലെ കിഫ്ബിയുടെ ഭാഗമായി കൊടുത്തു. കിഫ്ബി എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് സാങ്കല്പികമായി സർക്കാർ ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ അത് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു വർഷക്കാലം പിന്നിടുന്നതിന് മുമ്പ് 2 യോഗം ചേർന്നു. ആ 2 യോഗത്തിൽ 1290 കോടി രൂപയുടെ പദ്ധതികൾ ഈ സർക്കാർ ഭരണാനുമതി കൊടുത്ത് ടെൻഡർ നടപടികൾ നടത്തി. ചില നടപടികളുടെ പ്രവൃത്തി ആരംഭത്തിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ ചൂണ്ടിക്കാണും, പൊതുമരാമത്ത് വകുപ്പിൽ 1ാമത്തെ മീറ്റിംഗിൽ 883 കോടി രൂപയുടെ ES കൊടുത്തു. 2ാമത്തെ മീറ്റിംഗിൽ 821 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു. ആകെ 1704 കോടി രൂപയുടെ ഭരണാനുമതി ഇതിന്റെ ഭാഗമായി PWD വകുപ്പിൽ. പക്ഷേ 50 കോടി രൂപയുടെ പാലം പണിയാൻ പോലും പണമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അത് മന്ത്രി പറഞ്ഞത് തന്നെയാണ്. 50 കോടി രൂപയുടെ, അതായത് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ബജറ്റിൽ നിന്ന് എടുക്കാതെ വെളിയിൽ നിന്ന് എടുക്കുന്ന പരിപാടിയാണിത്. പൊതുമരാമത്ത് വകുപ്പിൽ മാത്രം 25,000 കോടിയുടെ പ്രവൃത്തിയാണ് പ്രഖ്യാപിച്ചത്. 50 കോടി രൂപയുടെ പാലം പണിയാൻ പോലും പണമില്ല. 3000 കോടി രൂപയെങ്കിലും ലഭിക്കാതെ പൊതുമരാമത്ത് വകുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആകെ കിട്ടിയത് 129 കോടി രൂപയാണ്. ഇത് മന്ത്രിയുടെ പ്രസംഗത്തിന്റെ എക്സാക്ട് അതിന്റെ അതേ രൂപമാണ് ഞാനിപ്പോൾ വായിച്ചത്. അത് കിഫ്ബിയെ കുറിച്ചല്ല, അത് പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ചാണ്. ഭരണാനുമതി കൊടുത്ത പദ്ധതികൾ നിലനിൽക്കെ 50 കോടി രൂപയുടെ പാലം പണിയാൻ പോലും അവിടെ പണമില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയാണ് മന്ത്രി വിശദീകരിച്ചത്. കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ബജറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റിന്റെ ഭാഗമായി ഉണ്ടാകുന്ന റവന്യൂ വരുമാനം. ആ റവന്യൂ വരുമാനത്തിന്റെ ഒരു പ്രത്യേക ഭാഗമാണ് ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി കൊടുക്കുക. ആ ഡിപ്പാർട്ട്മെന്റിൽ പണം അനുവദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് എപ്പോഴാണോ ഭരണാനുമതി കൊടുത്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അതിനാവശ്യമായ പണം കൊടുക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച ഏതെങ്കിലും വർക്കിന് പണം കൊടുക്കാതിരിക്കാനാവുമോ? ബജറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കുട്ടിക്കളിയല്ലല്ലോ. ബജറ്റ് നിയമസഭയ്ക്കകത്ത് പ്രഖ്യാപിച്ചാൽ ആ ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്നതിനെല്ലാം ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ആ പ്രവർത്തികൾ പൊതുമരാമത്ത് വകുപ്പ് ഫിനാൻസിലേക്ക് കൊടുത്ത് അനുമതി വാങ്ങി പ്രവൃത്തി പൂർത്തീകരിച്ചാൽ അതിന് പണം കൊടുക്കാൻ ആവശ്യം ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതിനെക്കുറിച്ചല്ല ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ശ്രീ വിൻസെന്റ് ചൂണ്ടിക്കാണിച്ചത് എവിടെയാണ് പണം? ഇതിന്റെ പണം വളരെ കൃത്യമായി കിഫ്ബിയുടെ പണം പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 3227 കോടി രൂപ ഇപ്പോൾ തന്നെ കിഫ്ബിയിലുണ്ട്. പെട്രോൾ സെസ് വഴി 448 കോടി രൂപ വന്നിരിക്കുന്നു. മോട്ടോർ വെഹിക്കിൾ ടാക്സ് വഴി 281 കോടി വന്നിരിക്കുന്നു. കോർപ്പസ് ഫണ്ട് 2015-16 873 കോടി രൂപ. 2016-17 കോർപ്പസ് ഫണ്ട് 1624 കോടി രൂപ. നിലവിൽ കിഫ്ബിയിൽ 3227 കോടി രൂപ കിഫ്ബിയിലുണ്ട്. 12,090 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തിരിക്കുന്നു. ഈ പ്രവർത്തികൾക്കെല്ലാം ഇപ്പോൾ പണം കൊടുക്കേണ്ടതില്ല. മുഖ്യമന്ത്രി അതിന് നൽകിയ മറുപടി താങ്കൾ ശ്രദ്ധിച്ചാണല്ലോ. വേണ്ടാത്ത വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം അബദ്ധത്തിലേക്ക് പോവുകയാണ്.
മൂന്നാറിൽ ഒരു സമരം ഉണ്ടായിരുന്നുവല്ലോ, അതിന് എല്ലാ പിന്തുണയും നൽകിയിട്ട് അതിൻ്റെ അവസ്ഥ എന്തായി എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്ത ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി സംസാരിച്ചത്. പ്രതിപക്ഷത്തിന് ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ, അതായത് കാതലായ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്തത് കൊണ്ടോ അതിന് വകയില്ലാത്തത് കൊണ്ടോ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ അടർത്തിയെടുത്ത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് എന്ന വിമർശനം ഭരണപക്ഷത്തുനിന്നും ഉണ്ടായല്ലോ എന്നും. അതിനു മുമ്പ് ശ്രീ രാജേഷ് പറഞ്ഞതിനൊരു മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പണം എവിടെയെന്ന് ഞാൻ ചോദിച്ചില്ല, പക്ഷെ ചോദിച്ചത് ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിയമസഭയിലാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഒരു പാലം പണിയാൻ പോലും ഒരു പൈസയും ഇന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ കയ്യിലില്ല, അതുകൊണ്ട് 2 മാസമായി എല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുകയാണെന്ന് വളരെ വ്യക്തമായി രാജേഷും ഞാനും ഇരിക്കുന്ന സഭയിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇനി എവിടെയാണ് പണം ഇരിക്കുന്നത്? പണം അല്ല പണം 2 മാസക്കാലമായി എല്ലാ പ്രവൃത്തികളും നിർത്തിവെക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട രാജേഷും മുഖ്യമന്ത്രിയും എല്ലാം പറയുന്നത് വിഷയദാരിദ്ര്യമാണെന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷയം ഉന്നയിക്കാൻ പോലും നിങ്ങൾ അവസരം തന്നിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ച വിഷയത്തിന്റെ ഞങ്ങളുടെ റൂൾ 50 അനുസരിച്ച് ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം പോലും ഇന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ വായിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ അവസരം തന്നിരുന്നെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകുമായിരുന്നു. ഒരു സംസ്ഥാന ഭരണകൂടത്തിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു വിഷയമാണോ? ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു ഭരണകൂടത്തിന് അത്യാവശ്യം വേണ്ടത് കൂട്ടുത്തരവാദിത്വമാണ്. കൂട്ടുത്തരവാദിത്വമില്ലാതെ എങ്ങനെയാണ് ഇവർക്ക് നയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നത്, നയങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്നത്, ആ നയങ്ങളുടെ പേരിൽ പ്രവൃത്തികൾ നടത്താൻ സാധിക്കുന്നത്? അപ്പോൾ ഒരു ഗവൺമെന്റിന് ആവശ്യം വേണ്ടുന്ന കൂട്ടുത്തരവാദിത്വം തന്നെ നഷ്ടപ്പെട്ടു എന്നിട്ടുള്ള അതീവ ഗൗരവമായ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് അവസരം നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്ന്. ഞങ്ങൾക്ക് ആ വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം പോലും നൽകാതെ ഇങ്ങനെ പറയുന്നത് നാവർത്തിട്ട് പാട്ട് പാടാൻ പറയുന്നത് പോലെയല്ലേ ഈ പറയുന്നത്? ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണിത്. നിരവധി സ്പീക്കർമാർ ഇതിനു മുമ്പ് തന്നെ ഈ സ്ഥാനത്തിരുന്നിട്ടുണ്ട്. ആ സ്പീക്കർമാരെല്ലാം നിരവധി റൂളിങ്ങുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്പീക്കർമാരും, ബഹുമാനപ്പെട്ട കഴിഞ്ഞ നിയമസഭയിൽ ഉള്ള അംഗമാണ് ശ്രീ രാജേഷ്, അദ്ദേഹം അന്ന് പ്രതിപക്ഷത്തായിരുന്നു. ബഹുമാനപ്പെട്ട അന്തരിച്ച ജി കാർത്തികനായിരുന്നു സ്പീക്കർ. നിങ്ങൾ കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുമെങ്കിലും എല്ലാ അടിയന്തര പ്രമേയങ്ങളും അദ്ദേഹം അനുമതി നൽകിയിരുന്നു. ഒരു വിഷയത്തിൽ തന്നെ, കഴിഞ്ഞ സോളാർ വിഷയത്തിൽ തന്നെ 7 or 8 തവണ ഒരേ വിഷയത്തിൽ തന്നെ ഇവർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. ആരും വിഷയദാരിദ്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വന്നിട്ടില്ല. അതിന് പകരം അവതരിപ്പിക്കാനുള്ള അവസരം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മന്ത്രിമാർ തമ്മിലൊരു ഉത്തരവാദിത്തത്തിൻ്റെ പ്രശ്നമില്ല. ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ നല്ല യോജിപ്പോടുകൂടി ഈ സർക്കാരിൻ്റെ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി, ഈ സർക്കാർ പ്രഖ്യാപിച്ച പോളിസികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രിസഭയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ, ഒരു അകൽച്ച ഉണ്ടാക്കാൻ കഴിയുമോ എന്നത് പരിശ്രമിക്കേണ്ടത് UDF ആണ്. അവരുടെ രാഷ്ട്രീയമായ പരിശ്രമം നടത്തുകയാണ്. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും. ജി സുധാകരനെ പോലെയുള്ള ഒരു വ്യക്തി നടത്തിയ പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് ഈ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമില്ല എന്ന് പറയാൻ പരിശ്രമിക്കുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ തള്ളിക്കളയും. അതൊരു ഗൗരവമല്ലാത്ത വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്പീക്കർ അനുവദിക്കാതിരുന്നത്. ഒരില്ലാത്ത പ്രസംഗം, കിഫ്ബിയെക്കുറിച്ച് അല്ലാത്തൊരു പരാമർശം, കിഫ്ബിയെക്കുറിച്ച് പറയാത്തൊരു കാര്യം കേരളത്തിൻ്റെ നിയമസഭയിൽ റൂൾ 50 അവതരിപ്പിക്കണമെന്ന് വാശി എന്തിനാണ് UDFന്? അതിൻ്റെ പേരിൽ 2 മന്ത്രിമാർ തമ്മിൽ പ്രശ്നമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ? അപ്പോൾ അടിയന്തരമല്ലാത്തൊരു വിഷയത്തിനകത്ത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കേണ്ടതില്ല. ഇവിടെ ശ്രീ ജി കാർത്തികേയൻ കേരളത്തിൻ്റെ സ്പീക്കറായിരുന്നപ്പോൾ, ശ്രീ ശക്തൻ അദ്ദേഹം കേരളത്തിൻ്റെ സ്പീക്കറായിരുന്നപ്പോൾ ഉയർന്നു വന്ന എല്ലാ അടിയന്തര പ്രമേയത്തിനും അനുവാദം കൊടുത്തു എന്നത് യോജിക്കാനാവില്ല. ഞാൻ അടിയന്തര പ്രമേയത്തിന് അനുവാദം ചോദിക്കുകയും അടിയന്തര പ്രമേയത്തിന് അനുവാദം നിഷേധിക്കപ്പെട്ട വ്യക്തിയുമാണ്. ഈ വിഷയമായിരുന്നില്ല. കേരളത്തിലെ സ്കൂളുകളിൽ പാഠപുസ്തകമില്ലാത്ത വിഷയം അതൊരു ചെറിയ പ്രശ്നമായിരുന്നോ? കേരളത്തിലെ സ്കൂളുകളിൽ പാഠപുസ്തകം സമയത്തെത്താത്തൊരു വിഷയത്തിനകത്ത് റൂൾ 50, അന്ന് ശ്രീ എൻ ശക്തൻ കേരളത്തിലെ സ്പീക്കറായിരിക്കുമ്പോൾ റൂൾ 50 ചോദിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് നിഷേധിച്ചു. 1ാമത്തെ സബ്മിഷനായിട്ടാണ്.
ആ വിഷയം ഗൗരവമുണ്ട് എന്ന് UDF-നും അറിയാം. എന്നാൽ UDF-നെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായ വിഷയം എന്ന നിലയിൽ, കേരളത്തിലെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിൽ അത് ഒന്നാമത്തെ സബ്മിഷൻ ആക്കിക്കൊണ്ട് അനുവാദം നൽകി. എന്നാൽ റൂൾ 50 അവസരം നിഷേധിക്കപ്പെട്ടു. അപ്പോൾ റൂൾ 50 അവസരം യഥാർത്ഥ വിഷയങ്ങളിൽ കഴിഞ്ഞ കാലത്ത് UDF നിഷേധിച്ചു. ഇതൊരു ആവശ്യമുള്ള വിഷയമാണോ എന്ന് ജനം പരിശോധിക്കട്ടെ. ഒരു മന്ത്രി പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ജി സുധാകരനെ പോലെ ഒരാൾ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതിൽ കിഫ്ബി എന്നത് ഉന്നയിച്ചു എന്നതിനപ്പുറത്തേക്ക് അതൊരു തരികിട ഏർപ്പാടാണ് എന്നത് ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യമാണെന്ന് മന്ത്രി വിശദീകരിച്ച സാഹചര്യത്തിൽ അതിൽ പ്രതിപക്ഷം ഈ നിലയിൽ അത് ഉന്നയിക്കേണ്ടിയിരുന്നോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതോ അത് അപ്രധാനം, സർക്കാർ പറയുന്ന പോലെ ഒരു അപ്രധാന വിഷയമായിരുന്നോ ഇന്ന് നിയമസഭയിൽ? അത് ഡോക്ടർ എൻ ജയരാജ്, താങ്കൾക്ക് കേൾക്കാമോ? ബന്ധപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ ബഹുമാന്യായ മന്ത്രി പറഞ്ഞു വെക്കുകയായിരുന്നു ചില കാര്യങ്ങൾ. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ PWD ഡിപ്പാർട്ട്മെൻറ്റിന് ആകെ കൂടി അനുവദിച്ചിരിക്കുന്നത് വളരെ നാമമാത്രമായ തുകയാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഇപ്പം 1 കോടി രൂപയാണ് കോട്ടയം ജില്ലയിലെ റോഡുകളുടെ മെയിൻ്റനൻസിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നത്. 9 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ കഷ്ടിച്ച് കിട്ടാൻ പോകുന്നത് 10 ലക്ഷം രൂപയാണ്. മുൻകാലങ്ങളിൽ ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലം ഉൾപ്പെടെ കോട്ടയം ജില്ലയിൽ, ഞാൻ കോട്ടയം ജില്ലയുടെ കാര്യം എടുത്ത് പറഞ്ഞത് എനിക്ക് അറിയാവുന്നൊരു മേഖല എന്ന നിലയിലാണ്, അവിടുത്തെ റോഡുകളുടെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള നാമമാത്രമായി തുക കൊണ്ട് ഒന്നും ചെയ്യാനോട് സാധിക്കുകയില്ല. അദ്ദേഹം PWD കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആശങ്ക അദ്ദേഹം പങ്കുവെച്ചെങ്കിലത് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം PWD ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ ഏറ്റവും കൂടുതൽ മുൻപോട്ട് കൊണ്ടുവരുന്നത് നല്ല റോഡുകളാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമുക്കറിയാം, UDF ഗവൺമെൻറ് കാലത്ത് കേരളത്തിലെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ആ പ്രധാനപ്പെട്ട വകുപ്പിനെ നാമമാത്രമായ തുക മാത്രം ബഡ്ജറ്റിൽ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതിലെ ശ്രീ രാജേഷ് സൂചിപ്പിച്ച പോലെ 12,000 കോടി രൂപയുടെ ഭരണാനുമതി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി കിഫിയിൽ നൽകിയിട്ടുണ്ടായിരിക്കാം. അത് വേറൊരു ഭാഗം. ഞാൻ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് പണം മാറ്റിവെക്കാതെ, ബഡ്ജറ്റിൽ മാറ്റിവെക്കാതെ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങളുമായി ഒരു മന്ത്രിക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇവിടെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ആ ഒരു തലത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളെ ഗൗരവമായി തന്നെ കാണുകയും ആവശ്യമായിട്ടുള്ള പണം ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകാനുള്ള ഒരു വലിയ ബാധ്യത തീർച്ചയായിട്ടും ധനകാര്യ വകുപ്പിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ അത് നൽകിയിട്ടില്ല എന്നുള്ളത് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു ബഹുമാനായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തീർച്ചയായും നിയമസഭയോടും ജനങ്ങളോടും ഉത്തരവാദിത്തം പറയാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ആ ബാധ്യത അദ്ദേഹം പങ്കുവെച്ചപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെൻറ്റിന് ചെലവഴിക്കാൻ പണമില്ലാതെ വരുമ്പോൾ അദ്ദേഹം പിന്നെ ആരോടാണ് പരാതി പറയുന്നത്? സ്വാഭാവികമായും മറ്റു തലങ്ങളിൽ പണം പല വഴിക്ക് ചെലവഴിക്കുമ്പോൾ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ടില്ലാതെ വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ബഹുമാനായ മന്ത്രിയിലേക്ക് ചാർത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ആശങ്ക തീർച്ചയായും ജനങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് കാര്യം. ഞാനതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്, ഈ ബഡ്ജറ്റിന് പുറത്തേക്ക് ഔട്ട് ഓഫ് ബഡ്ജറ്റായി പണം ചെലവഴിക്കുന്നൊരു പ്രക്രിയ കുറേ കാലമായി കേരളത്തിൽ നടന്നു വരുന്ന രീതിയാണ്. ഇത് ആശാസ്യമാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായും ഗൗരവമായി തന്നെ ചിന്തിക്കണം. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് പണം ചെലവഴിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. മെയിൻ്റനൻസിന് പണമില്ല, പ്രധാനപ്പെട്ട പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കിഫിയിലൂടെ മാത്രമേ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ളത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. കാരണം ബഡ്ജറ്റിനെ ഗൗരവമായി തന്നെ കാണണം. പക്ഷേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ അതോടൊപ്പം തന്നെ വൻകിട പദ്ധതികൾ ഏറ്റെടുക്കാൻ സംസ്ഥാനത്തെ ബഡ്ജറ്റിന് അതിനുള്ള ശക്തിയില്ല എങ്കിൽ മറ്റ് സോഴ്സുകൾ കണ്ടെത്തണം. പക്ഷേ അങ്ങനെ മറ്റ് സോഴ്സുകൾ കണ്ടെത്തുമ്പോൾ ബഡ്ജറ്റിൻ്റെ ആ സ്പിരിറ്റിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് ആ ബഡ്ജറ്റിനകത്ത് പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് പൂർണ്ണമായി തന്നെ തമസ്കരിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, അഡ്വക്കേറ്റ് VK പ്രസാദ്, ഇവിടെ ഇപ്പോൾ വകുപ്പിൽ പണം ലഭിക്കുന്നില്ല എന്നത് വളരെ ഗൗരവമുള്ള പരാതിയല്ലേ? അദ്ദേഹം പറയുന്നത് 50 കോടി രൂപയുടെ ഒരു പാലം പണിയാൻ പോലും വകുപ്പിൽ പണം ലഭിക്കുന്നില്ല. ഏതാണ്ട് 3000 കോടി അടിയന്തരമായി ലഭിക്കേണ്ടടുത്ത് 129 കോടിയാണ് ലഭിച്ചത്.
സ്വാഭാവികമായും ആ പരാതി നിലനിൽക്കുന്ന പരാതി എന്നതിനപ്പുറത്തേക്ക് പൊതുമരാമത്ത് വകുപ്പിൽ പണമില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ഈ കിഫ്ബിയെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന പ്രശ്നവും ബജറ്റിൽ ആവശ്യത്തിന് പണം സ്വന്തം വകുപ്പിന് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന പ്രശ്നവും രണ്ടാണ്. പക്ഷേ മന്ത്രി പറയുന്നത് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ മുഴുവൻ ഏതാണ്ട് 25,000 കോടിയുടെ പദ്ധതി ആ വകുപ്പിൽ പ്രഖ്യാപിക്കുകയും അതിനുള്ള പണം മുഴുവൻ കിഫ്ബി വഴി വരികയും ചെയ്യുമെന്ന് പറയുന്നു. എന്നാൽ ഒരു പാലം പണിയാൻ പോലും ഇവിടെ പണമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ട് പ്രശ്നം തന്നെയാണ്. കാരണം കിഫ്ബിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് കിഫ്ബിക്ക് സർക്കാർ കൃത്യമായി നേരത്തെ തീരുമാനിക്കുന്ന പദ്ധതികൾ കിഫ്ബി ഏൽപ്പിക്കുന്നു. അതിനുള്ള പണം കിഫ്ബി വഴി സമാഹരിക്കുകയും കിഫ്ബി ആ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിച്ച് അത് നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വശം. എന്നാൽ ഈ പദ്ധതികൾ മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് നിർവഹിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കണം. അതുപോലെ അപ്രതീക്ഷിതമായി വരാവുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഏനാത്ത് പാലത്തിൻ്റെ പ്രശ്നം നമുക്കുണ്ടായല്ലോ, അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും പൊതുമരാമത്ത് വകുപ്പ് നിർവഹിക്കേണ്ടതാണ്. അത് കിഫ്ബി ഏൽപ്പിച്ചിട്ടുള്ളതല്ല. അതിനാവശ്യമായ പണം ലഭിക്കേണ്ടതാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ വീണ്ടും ഈ ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറയുന്നത് പോലെ പഴയ പ്രശ്നത്തിലേക്ക് എത്തുന്നത്. വെള്ളമില്ലാത്തടത്ത് എങ്ങനെയാണ് മുങ്ങുക എന്ന പ്രശ്നമില്ലേ? പൊതുമരാമത്ത് വകുപ്പിന് മാത്രമല്ലല്ലോ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വാസ്തവത്തിൽ ബജറ്റിൽ നിന്ന് ആവശ്യമായ പണം മിക്കവാറും വകുപ്പുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഈ മന്ത്രി പറഞ്ഞത് അതുകൂടി ലക്ഷ്യം വെച്ചായിരിക്കാം. അതായത് 25,000 കോടിയുടെ പ്രവൃത്തി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യത മന്ത്രിക്ക് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. അതിൻ്റെ ഒരു ധവളപത്രമായിരിക്കും ഈ പ്രസംഗത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. ഒരു പക്ഷേ ഇതാണ് അവസ്ഥ. 50 കോടിയുടെ പാലം നിർമ്മിക്കാൻ പോലും പണമില്ല. നിങ്ങൾ പണം സമാഹരിക്കുന്നത് മുഴുവൻ ബജറ്റിന് പുറത്താണ്. ഇതൊന്നും ബജറ്റിലില്ല. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്ന് ചോദിച്ചത് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരിക്കും. എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. എനിക്ക് തോന്നിയത് കിഫ്ബിയെ ഏൽപ്പിച്ചിട്ടുള്ളതിനപ്പുറം പൊതുമരാമത്ത് വകുപ്പ് നിർവഹിക്കേണ്ടതായ അനവധി പദ്ധതികളുണ്ട്, അനവധി ചെലവുകളുണ്ട്. അതിനുള്ള പണം ബജറ്റിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയോ ആവലാതിയോ അദ്ദേഹം ഒരുപക്ഷെ പ്രകടിപ്പിച്ചതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് അദ്ദേഹം കിഫ്ബിയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് എവിടെയും കിഫ്ബിയെക്കുറിച്ച് മോശമായ ഒരു പരാമർശം നടത്തിയതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ 50 കോടി രൂപ മാത്രം വകയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുമരാമത്ത് വകുപ്പിന് അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 2016-17 വർഷം അതിന് മുമ്പത്തെ സർക്കാർ അധികാരമൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടർമാർക്ക് കൊടുത്തു തീർക്കാനുണ്ടായിരുന്ന ഏതാണ്ട് 1000-ൽ പരം കോടി രൂപയാണ്. ഈ 1000-ൽ പരം കോടി രൂപയും കൊടുത്തു തീർത്തു കഴിഞ്ഞ സർക്കാർ എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഈ സർക്കാർ, അതായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം ഈ പണം മുഴുവൻ കൊടുത്തു തീർത്തു എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ബജറ്റിൽ പണം വകയിരുത്തിയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് വകുപ്പിൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിനോ ആ കമ്മിറ്റ്മെൻറ്റ് തീർക്കുന്നതിനോ ഉള്ള തടസ്സങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ കിഫ്ബി എന്നുള്ള പ്രശ്നമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം ദൈനംദിന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൈനംദിനം വരുന്ന പ്രശ്നങ്ങൾ. നേരത്തെ ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ MLA-മാർ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, അത് നിർവഹിക്കുന്നതിന് അതൊന്നും കിഫ്ബിയുടെ പദ്ധതികളായി വന്നിട്ടില്ല. അതൊന്നും കിഫ്ബിയുടെ പദ്ധതികളായി വന്നിട്ടുമില്ല. അപ്പോൾ അതാണ് സാഹചര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടത്തിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, KSFE ആണ് ഈ കാര്യത്തിൽ ഇപ്പോൾ പണം സമാഹരിക്കുന്നതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഏജൻസിയായി സർക്കാർ കണ്ടിരിക്കുന്നത്. KSFEയുടെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ആ കാര്യത്തിൽ എനിക്ക് അറിയുന്ന ഒരു കാര്യം, ഈ കാര്യത്തിൽ പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മുമ്പോട്ട് പോയിട്ടുണ്ട്. KSFE പ്രവാസി ചിട്ടുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാങ്കേതിക തടസ്സങ്ങൾ മാറി റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ കിട്ടി. അതിനുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തടസ്സം KSFEയുടെ കമ്പ്യൂട്ടറൈസേഷനായിരുന്നു. അത് പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത ജൂൺ മാസം ആകുമ്പോഴേക്കും ഈ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടി ഞാൻ കൂട്ടിച്ചേർത്തു. ഒരു പക്ഷേ ആ സമയമാകുമ്പോഴേക്കും മന്ത്രിയുടെ പരാതി അദ്ദേഹം ഉന്നയിച്ച പരാതി ആ ഘട്ടത്തിൽ നിലനിൽക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ VK പ്രസാദ്, ശ്രീ M വിൻസെന്റ്, ശ്രീ R രാജേഷ്, ഡോക്ടർ N ജയരാജ്, എല്ലാവർക്കും നന്ദി.